എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുമേഷ് കുമാർ എന്നാണ്. കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ജീവിതത്തിലെ പല മാറ്റങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നതുപോലെ തന്നെ തലമുടിയുടെ കാര്യത്തിലും ഈ പറഞ്ഞ കണക്ക് ഒരുപാട് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായ ഒരു കാലഘട്ടത്തിലൂടെയാണ് ഞാനും കടന്നു വന്നത്. അപ്പോൾ അതിൽ നിന്നൊരു മാറ്റം വേണം എന്ന് ഉദ്ദേശിച്ച് നടക്കുന്ന സമയത്താണ് എൻ്റെ സഹപ്രവർത്തകരിൽ പല ആൾക്കാരും ഹെയർ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് പറയുന്നതും ഞാൻ അറിയുന്നതും. അപ്പോൾ അതുവരെ ഈ പറഞ്ഞതുപോലെ തലമുടി പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞത് നമുക്കൊരു ജീവിതത്തിൽ ഏറെക്കുറെ എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ട ഒരു മാനസികാവസ്ഥ ഉണ്ടാകുന്ന രീതിയിലായിരുന്നു. ഇങ്ങനെ ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് അറിഞ്ഞതും അതിൽ നിന്ന് നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ള മുൻകാല വ്യക്തികളുടെ അനുഭവങ്ങളും പരിചയങ്ങളും ഒക്കെ കാണുകയും മനസ്സിലാക്കുകയും കഴിഞ്ഞപ്പോൾ എനിക്കും എന്തുകൊണ്ടതായിക്കൂടാ എന്നുള്ള ഒരു ചിന്തയായിരുന്നു. തലയിൽ നിറയെ മുടിയില്ലാത്ത ആൾക്കാർക്ക് മാത്രമേ അതിൻ്റെ ബുദ്ധിമുട്ടും സങ്കടവും ഒക്കെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. എന്നെപ്പോലെ ഇങ്ങനെ വിഷമിക്കുന്ന ഒരുപാട് പേരിൽ ഒരുവനായിരുന്നു ഞാൻ ഒരുപാട് നിരീക്ഷണങ്ങൾ നടത്തുകയും സോഷ്യൽ മീഡിയാസിലും എനിക്ക് മുമ്പ് ചെയ്തിട്ടുള്ള മറ്റാൾക്കാരുടെ അനുഭവവും പരിചയവും ഒക്കെ നോക്കുകയും ഒക്കെ ചെയ്തു. അതിൽ നിന്നുമാണ് ഒരു നല്ലൊരു സ്ഥാപനം തിരഞ്ഞെടുക്കണം എന്ന് എനിക്കൊരു ബോധ്യം വന്നത്. ആ തീരുമാനത്തിൽ നിന്നാണ് ഞാൻ ലാ ഡെൻസിറ്റെ തിരഞ്ഞെടുത്തത്. എൻ്റെ ട്രാൻസ്പ്ലാന്റിങ് കഴിഞ്ഞു. ഈ കാണുന്നത് പോലെ ആയിരുന്നില്ല, വളരെ കുറച്ച് അധികം തലമുടി പോയിട്ടാണ് ഉണ്ടായിരുന്നത്. ഈ PRP എന്ന് പറഞ്ഞ ട്രീറ്റ്മെന്റ് ചെയ്യുകയും ആ ട്രീറ്റ്മെന്റിലൂടെ എൻ്റെ ഡോണർ ഏരിയ വളരെ വീക്കായിരുന്നു. അതെല്ലാം കുറേ ശക്തിപ്പെടുത്തുകയും അവിടെ നിന്ന് ട്രാൻസ്പ്ലാന്റേഷന് വേണ്ടിയിട്ടുള്ള ഹെയർ തിരഞ്ഞെടുക്കുകയും അത് ചെയ്യുകയും ചെയ്തു. അതിനെ വിജയകരമായി പൂർത്തിയാക്കിയിട്ട് ഞാനിവിടെ ഇരിക്കുന്ന ഈ അവസ്ഥയാണ്. അപ്പോൾ 50 വയസ്സ് കഴിഞ്ഞ ആൾക്കാർക്ക് ഇതുപോലെ ചെയ്യാൻ പറ്റുമോ, സക്സസ് ആവുമോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മൾ പലതരം ടെക്നിക്കുകളെ കുറിച്ചൊക്കെ ഡോക്ടർ വിശദമായി വിവരിച്ചു തന്നത്. അതിൽ നിന്നും എനിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് സ്റ്റാൻഡേർഡ് FEU എന്ന് പറയുന്ന ഒരു ടെക്നിക്കായിരുന്നു. അതനുസരിച്ച് ഏകദേശം 2500ഓളം ഗ്രാഫ്റ്റുകൾ ഞാൻ വെച്ച് പിടിപ്പിക്കാനുണ്ടായത്. അതിൽ സഫയർ നീഡിൽ ഉപയോഗിച്ചിട്ടുള്ള ആധുനിക രീതിയിലൊരു ചികിത്സാ മാർഗവും ഉപയോഗിച്ചു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിന്റെ റിസൾട്ട് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇതെല്ലാം എനിക്ക് സാധ്യമാക്കി തന്നത് തിരുവനന്തപുരത്തെ പട്ടത്തുള്ള ലാ ഡെൻസിറ്റെ എന്നുള്ള സ്ഥാപനവും അവിടുത്തെ സ്നേഹം നിറഞ്ഞ ജീവനക്കാരുമാണ്. എല്ലാവർക്കും എൻ്റെ നന്ദി ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കുന്നു.